ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നൊരു ഇന്നൊരു ഒരു ഒരു എന്താ പറയുക, കുറച്ച് ദിവസത്തിന് ശേഷം, കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസമായിട്ടേ ഉള്ളൂ. പക്ഷെ 2 ദിവസം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഗ്യാപ്പാണല്ലോ, അതെനിക്കറിയാം. അപ്പോൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്തോ എന്തോ ഐ വാസ് ഫീലിംഗ് റിയലി ലോ. സോ ഞാൻ ഓർത്ത് വെറുതെ എന്നെ തന്നെ പ്രഷറൈസ് ചെയ്ത്, എന്നെ തന്നെ പുഷ് ചെയ്ത്, ഞാൻ വെറുതെ വന്ന് ഫേക്കായിട്ട് നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ 2 ദിവസത്തേക്ക് ഒരു ഗ്യാപ്പ് എടുത്തത്. 2 ഡേയ്സ്. അപ്പോൾ ഞാൻ തിരിച്ച് വന്നേക്കാണ്. 2 ഡേയ്സ് ആയപ്പോഴത്തേക്കും തന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മ യൂട്യൂബൊക്കെ അയ്യോ പോയോ എന്നുള്ള രീതിയിലത്. അപ്പോൾ എനിക്കാണെങ്കിൽ ടെൻഷൻ ആവാൻ തുടങ്ങി. നോ, നിങ്ങളെന്നെ മറക്കരുത്, അതുകൊണ്ട് ഞാൻ തിരിച്ച് ഓടി വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേളി ഹെയർ കെയർ റുട്ടീൻ ചെയ്തിട്ട് കുറേ കാലമായി എന്ന് നിങ്ങൾക്കറിയാമല്ലോ, കുറച്ചധികം കാലമായി. ആദ്യം ഞാൻ ഇട്ടതാണ് കേട്ടോ, 10K കഴിഞ്ഞ സമയത്ത് ഞാൻ ഇട്ടതാണ് നമ്മുടെ കേളി ഹെയർ കെയർ റുട്ടീൻ. അപ്പോൾ അന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാണ്ട് നോർമലായിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യാറുള്ള മുടി അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ ഞാനും ഇസബെല്ലും ലക്ഷ്മിയും കൂടെ നമ്മുടെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നല്ലോ വാലന്റൈൻസ് ഡേ എന്നും പറഞ്ഞ് ഞങ്ങൾ ഗേൾസ് ഒള്ളി ആയിട്ട് പോയ സമയത്ത്. അപ്പം ഞാൻ അവളുടെ റൂമിൽ പോയപ്പോൾ അവളുടെ അവിടെ ഒരു സ്റ്റൈലിംഗ് ജെൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ, എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഓർത്തിട്ട് അത് ട്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മുടി ഇങ്ങനെ കൊണ്ട കെട്ടുന്ന പോലെ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ ചൊറിയും കുത്തി ഇരിക്കുമ്പോൾ പൊക്കി കെട്ടുന്ന പോലെ കെട്ടി വെച്ചിട്ട് അടിയത്തെ 2 അല്ലികൾ മാത്രം ബാക്കി എടുത്തിട്ട് നമ്മൾ ചെട കളയണം. അപ്പോൾ കേളി ഹെയർ കെയറിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ നിന്ന് ചെട കളയുന്നതിന് പകരം എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു മുടിയുടെ അറ്റത്തുനിന്ന് ചെട കളയാനാണ്. ബിക്കോസ് അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ കുരുക്ക് വീണുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളെപ്പോഴും അടിയിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ, ചെട കളയാൻ വേണ്ടിയിരുന്നത്. അങ്ങനെ മുടിയുടെ ഓരോരോ സൈഡിൽ നിന്ന് ഓരോരോ അല്ലി എടുത്ത് അതിൻ്റെ ചെടയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും, കളഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു സമയം നമുക്ക് ഒരു ഉറക്കം എണീറ്റ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് എണീക്കുന്ന പോലത്തെ അത്ര സമയമാവും. കാരണം അത്രയ്ക്ക് നേരം എടുക്കും ഈ ചെട കളയാൻ വേണ്ടിയിട്ട് ഗൈസ്. അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കൂടെ ഏതെങ്കിലും ഒരു കേളി ഹെയർ ഉള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ ഇപ്പോൾ പോയി നമിച്ച്, നിന്നെ ഞാൻ എന്താ പറയുക, നമിച്ചിരിക്കുന്ന മോളെ, നിന്നെ കൊണ്ട് മാത്രമേ ഇത് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ബാക്കി വീഡിയോ കണ്ടാൽ മതി. തിരിച്ചിങ്ങോട്ട് വരണം കേട്ടോ, തിരിച്ച് വന്നിട്ട് ഈ വീഡിയോ കാണണം ബാക്കി. അപ്പം ഞാൻ തിരക്കിലാണ് ഇപ്പോഴും. ഞാൻ ഇപ്പോഴും മുടിയുടെ ചെട കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഫൈനലി ഞാൻ എൻ്റെ തലയുടെ മുകളിലുണ്ടായിരുന്ന ആ മറ്റേ ബൂമ്പണ്ണ് ഞാൻ ഊരി കളഞ്ഞ് അത് മൊത്തം മുടി ഞാനിപ്പോൾ ചെട കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു ചീപ്പിന് സ്വോത്രം, ചീപ്പിൻ്റെ എന്താ പറയുക, എന്താ അതിന് പറയുക, ആ മുളകളോ എന്താ പറയുക, ആ സംഭവം പൊട്ടിയിട്ടില്ല ഭാഗ്യത്തിന്. പൊതുവേ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, നല്ല കേൾസുള്ള ആൾക്കാർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കില്ലേ ചീകാൻ. അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണോ ഞാൻ ദൈവം പറയുന്നത്. അപ്പം അങ്ങനെ മുടി മൊത്തം സ്ട്രെയിറ്റ് അല്ല, മുടി മൊത്തം ചീകിയതിന് ശേഷം കണ്ടോ, നമ്മുടെ കേളി ഹെയർ മുടി ചീകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് വരിക. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആണെന്ന് പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഇത് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ഇരിക്കണേന്ന്. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന മുടിയാണ് നിങ്ങൾ കാണുന്ന പോലെ അങ്ങനെ ഇരിക്കണത്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനുശേഷം ഞാൻ പാരച്യൂട്ട് ഓയിലാണ് നോർമലായിട്ട് ഉപയോഗിക്കാറുള്ളത് ബാംഗ്ലൂരുള്ള. അപ്പോൾ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ അമ്മ ഇങ്ങനെ ഒരു ഓയിലുണ്ട്. ആ ഓയിലിൻ്റെ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഗൈസ്, സത്യമായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഒരു നീലകണ്ഠ അങ്ങനെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ബാംഗ്ലൂരുള്ളപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും നോർമലായിട്ടുള്ള പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കാറുള്ളത്. എനിക്കെന്തോ ദാറ്റ് വർക്ക്സ് മാജിക്. സോ അതുകൊണ്ട് തന്നെ ഞാനത് ഉപയോഗിക്കുന്നത് എനിക്ക് പേഴ്സണലി കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കോട്ടനൊക്കെ എടുത്ത് കുറച്ച് എണ്ണ ചൂടാക്കി എണ്ണേൻ്റെ അകത്ത് കോട്ടൺ ഇട്ട് ഒന്ന് തലയിലേക്ക് പറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷേ കോട്ടൺ ഉണ്ടായിരുന്നില്ല, പിന്നെ ഇവിടെ ചൂടാക്കാനുള്ള മറ്റേ പ്ലേറ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൈകൊണ്ട് തന്നെ മൊത്തം തലമുടിയിൽ നമ്മൾ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നു. എൻ്റെ കൂടെ അവളുടെ കമൻട്രി ആയിട്ടില്ല. അഴകേ തീർത്തൊരു ശിലയഴകേ ദേ മലരേ അങ്ങനെ പാട്ടൊക്കെ പാടി ഞാൻ റൂംമേറ്റും കൂടെ എല്ലാം സെറ്റായി. 2 പാട്ടും കൂടെ കേട്ടപ്പോഴത്തേക്ക് എൻ്റെ മുടി റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എഗെയിൻ നമ്മൾ കുറച്ച് നേരം ഇരിക്കണമല്ലോ. ഞാനൊരു ആക്ച്വലി ഒരു 20 minutes to half an hour ഇരിക്കാറുണ്ട് എണ്ണ തേച്ചിട്ട്. വീട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ഞാൻ മറന്നു എണ്ണയുണ്ടെന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണത് അത്ര നല്ലതല്ല. അപ്പോൾ നമുക്കിനി ഇതിനെ കൊണ്ടേ കെട്ടിയിട്ട് നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വരാം. ഓക്കേ, വി ആർ ബാക്ക്. ലെറ്റ്സ് ഗോ. കുളി കഴിഞ്ഞ് വന്നിട്ടാണ് അടുത്ത നമ്മുടെ മുടിയിൽ എന്തൊക്കെയാണ് ഇടുന്നത്, എപ്പോഴൊക്കെയാണ് ഇടുന്നത് എന്നുള്ള കാണുന്നത്.
അപ്പം ഒരു കാര്യം പറയണ്ട, ഞാൻ ഒരൊറ്റ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുള്ളൂ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ഇത് ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തല നനച്ച് കുളിച്ചതിന് ശേഷം തല ഇങ്ങനെ തോർത്തത്തില്ല കേട്ടോ, അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഇവിടുത്തെ നമുക്ക് പനി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടുത്തെ ഇങ്ങനെ എടുക്കത്തേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ നോർമലി തല തോർത്തുന്ന പോലെ ഇങ്ങനെ ഇട്ട് ഭയങ്കര റഫായിട്ട് സ്ക്രബ് ചെയ്യത്തില്ല. പിന്നെന്തായിരുന്നു പിന്നെ ജസ്റ്റ് നമ്മുടെ മുടി കഴുകി ഉടനെ തന്നെ അതേപോലെ ഇരിക്കട്ടെ, എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പൊ ലെറ്റ്സ് ഗോ കുളിയ. കുളിച്ചു കഴിഞ്ഞ് വന്ന് മുടി ഞാൻ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, മുടി നനച്ചു, അതിന് തല ഇങ്ങനെ റഫായിട്ട് സ്ക്രബ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് തലയോട്ടിയുടെ ഇവിടെ മാത്രം നമുക്ക് പനിയൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതാ വെള്ളം ഒറ്റുന്നുണ്ട് കണ്ടോ, അങ്ങനെ വെള്ളം ഒറ്റണം എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്നത് ട്രൈ ചെയ്ത് നോക്കാം. പൊതുവെ ഞാൻ പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിക്കാറില്ല, നിങ്ങൾക്ക് അറിയില്ല. ബിക്കോസ് ഞാൻ പൊതുവെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുളിച്ചിറങ്ങും, എന്നിട്ട് ആ മുടി ജസ്റ്റ് ഒന്ന് സ്ക്രഞ്ച് ചെയ്യും, അത്ര ഞാൻ ചെയ്യാറുള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ സ്ക്രഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കേൾസ് വരും. എന്നിട്ട് പിന്നെ ഞാൻ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാട്ടർ എടുത്ത് ഡാബ് ചെയ്യുക, അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജ് ആയിട്ട് ഇരിക്കുന്നെങ്കിൽ ഞാൻ വെള്ളം എടുത്തിട്ട് ഡാബ് ചെയ്യും, അപ്പൊ കുറച്ചുകൂടി ഒതുങ്ങി ഇങ്ങനെ പിന്നെയും ഗേൾസ് നന്നായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പൊ ഇന്ന് നമുക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്, അവൾ ഉപയോഗിക്കുന്നത് കണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തുന്ന പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരില്ല എന്ന് ഓർത്തിട്ട്. അപ്പൊ ഈ ഡവിന്റെ സ്റ്റൈലിംഗ് ക്രീമാണ്, ഡിഫൈൻ ആൻഡ് മോയ്സ്ചർ സ്റ്റൈലിംഗ് ജെൽ ഫോർ കോയിൽസ് ആൻഡ് കേൾസ്. അപ്പൊ നമ്മുടെ കോയിൽസ് ആൻഡ് കേൾസ് ആണല്ലോ, നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അതിനു മുമ്പ് താഴെ എൻ്റെ വെള്ളം ഒറ്റി വീഴുന്നത് എൻ്റെ കോളേജിലെ ബുക്കിലോട്ടാ, എന്നിട്ട് വേണം. അപ്പൊ നമുക്കിത് ഈ ചെടയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടും, എൻ്റെ അമ്മ ഇങ്ങനെ ഈരുന്ന പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് താത്തി വെക്കട്ടെ, പണ്ടൊക്കെ ആണെങ്കിൽ നനഞ്ഞ മുടി ചീകി കഴിഞ്ഞാൽ അപ്പം കിട്ടുമായിരുന്നു ഒരെണ്ണം. ബിക്കോസ് നമ്മൾ ആരും നനഞ്ഞ മുടി ചീകത്തില്ല എന്നല്ല, നമുക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, നനഞ്ഞ മുടി ചീകാൻ പാടില്ല, നനഞ്ഞ മുടി ചീകി കഴിഞ്ഞാൽ ഇങ്ങനെ പുഴുകിയിരിക്കുന്നു, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കേളി ഹെയറിന് വേറെ വഴിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കണം കേളി ഹെയർ ഉള്ളവർ. നമുക്കറിയാം കേളി ഹെയർ ഉള്ളവർക്ക് മുടി ചീകാൻ പറ്റില്ല, അതൊരു വലിയൊരു കാര്യമാണ്. മുടി കോംബ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമേ കോംബ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കോംബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബുഫ് പോലെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പം എന്തായാലും ഇത് നമുക്ക് കോംബ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ കറക്റ്റ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു കമന്റ് വന്നിട്ട് നേഹ ചേച്ചിയുടെ ഹൈറ്റ് പറയുമെന്ന്. എന്റെ പൊക്കം ഹൈറ്റ് ഇസ് 5'7" ദാറ്റ് ഇസ് 170 സെന്റിമീറ്റേഴ്സ്. ഞാൻ 170 സെന്റിമീറ്റർ എനിക്ക് ടോളായിട്ടാണ് തോന്നുന്നത്. ഇനി ഞാൻ ടോളാന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇതൊക്കെ എന്ത് ടോളടി എന്ന് പറഞ്ഞ് വരും. അപ്പൊ ഞാനങ്ങോട്ട് പറയണേ, എനിക്ക് തോന്നുന്നു എന്റെ കൂട്ടത്തിൽ ഞാനാണ് ഏറ്റവും പൊക്കം കൂടുതൽ, ബാക്കി എല്ലാവരും എന്നെ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞാണ്. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നും ഞാൻ എന്തോ ഒരു ജൈജാന്റിക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നും, കാരണം ഞാൻ മാത്രമാണ് വലുപ്പം എല്ലാവരെക്കാട്ടും ഹൈറ്റ് ഉള്ളത്. അപ്പം മുടി ചീകി ഇനി നമുക്ക് രണ്ട് സൈഡിലും ഇത് വെറുതെ ഇങ്ങനെ ഇതാക്കിയേക്കാം, ഒന്ന് ലൂസാവട്ടെ. ഓക്കെ, ഇനി നമുക്ക് രണ്ട് സൈഡിലും ഈ ക്രീം, ഓക്കെ അല്ലേ? ഇത് തീർന്ന അടിയിൽ കുറച്ചേ ഉള്ളൂ, നമ്മൾ അതാണ് എടുക്കണത്. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. അമ്മേ വീഴരുത്. ഈ ക്രീം എടുത്തിട്ട് ആക്കുക, പിന്നെ പരട്ടുക, എന്നിട്ട് പിന്നെ സ്ക്രഞ്ച് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഉള്ളിക്കൂടെ ഒക്കെ ആക്കിക്കോ, കാരണം സ്റ്റൈലിംഗ് ജെല്ലാണല്ലോ. ഇത് സ്റ്റൈലായില്ലെങ്കിൽ കുത്തി പിടിച്ചിടിക്കും ഞാൻ. അവളെ അല്ല, ഈ ക്രീമിനെ. അവളെ ചെയ്തിട്ട് എന്ത് ചെയ്യാറ്. അപ്പം ഉള്ളിലേക്കൊക്കെ ആക്കുക, ഇങ്ങനെ നല്ലപോലെ സ്പ്രെഡ് ചെയ്യുക, എന്നിട്ടാണ് പിന്നെ സ്ക്രഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രം സ്ക്രഞ്ച് ചെയ്യുക. ഓക്കെ, ഇത്ര നീട്ടമുണ്ട് മുടിക്കണ്ട, എത്ര നീളം വെച്ച കേസ് എൻ്റെ മുടി. ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. പക്ഷേ മുടി മുറിച്ചിട്ട് ഇപ്പം എത്ര കാലമായെന്നറിയോ? എന്തായാലും ഒരു വർഷം ഡെഫിനറ്റ്ലി ആയി എൻ്റെ മുടി മുറിച്ചിട്ട്. ഞാൻ മുടി മുറിക്കത്തില്ല ഇപ്പം. എനിക്കെന്താ മുടി നീട്ടാനുള്ള ആഗ്രഹം കാരണം ഞാൻ ഇപ്പം മുടി മുറിക്കാറില്ല. കാരണം എനിക്കറിയാം സ്പ്ലിറ്റൻസ് ഒക്കെ സീനാണ് മുടി മുറിക്കണം, പക്ഷെ എനിക്ക് ആ ഒരു മനസ്സ് അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്കി, രണ്ടാമത്തെ സൈഡ് നമ്മൾ ആക്കിയതിനു ശേഷം ഫുള്ള് ഓവറോൾ മൊത്തത്തിൽ ആക്കാം. അപ്പം രണ്ടാമത്തെ സൈഡാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ പറയൂ, കേൾക്കട്ടെ, നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ. കുറച്ചായി ഞാൻ പറഞ്ഞില്ല, എനിക്ക് വയ്യായിരുന്നു ഗൈസ്, എന്തൊക്കെയൊക്കെയോ ആയിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വന്ന് മിണ്ടാനും ഒന്നൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്, എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ, കമൻറ്റിൽ പറയൂ, എന്തൊക്കെയാണ്, വാട്ട് ഇസ് ഹാപ്പനിങ്, ഹൗ ഇസ് എവറിത്തിങ്, ഹൗ ഇസ് ലൈഫ്? എല്ലാവരും 3G ആയിട്ട് ഇരിക്കുവാണോ ഓർ നല്ലപോലെ ഇരിക്കുവാണോ, എന്താണ് അവസ്ഥ? പറയൂ. ഓക്കെ,
അപ്പൊ ഇതായി. നമുക്കിനി മൊത്തത്തില് ഓക്കെ, നമുക്കിനി മൊത്തത്തില് ഇത് ചെയ്യാം. മൊത്തത്തിലാക്കിയിട്ടെ, വെയിറ്റ്, എടുത്തു, ക്രീം എടുത്തു, മൊത്തത്തിലാണേ. ഈ സൈഡിലേക്ക് എടുക്കുക. എന്നിട്ട് പിന്നെ സ്ക്രഞ്ച് ചെയ്യുക. വേറെ നമ്മൾ ഫിംഗർ കോയിലിംഗ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ നോർമൽ ആയിട്ടുള്ള സ്ക്രഞ്ചിങ്. നമുക്ക് നോർമലായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു എന്നാണ് കാണേണ്ടത്. കാരണം ഫിംഗർ കോയിലിംഗ് ഒക്കെ ചെയ്താൽ എന്തായാലും കേളായിട്ട് വരും എന്നറിയാലോ. പക്ഷെ നമ്മൾ നോർമലായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നാണ് നോക്കേണ്ടത്. ഇനി മുടി എടുത്തിട്ട് നമുക്ക് മറിച്ചിടാം. ഓക്കേ, അന്യനെ പോലെ ഉണ്ടോ? അന്യൻ ഇതിനെക്കാട്ടും മെനയുണ്ടെന്നായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത്. എനിക്കത് കേൾക്കാൻ വയ്യണ്ട, ഞാൻ തന്നെ ആദ്യം പറഞ്ഞത്. ഓക്കേ, മുന്നോട്ടാക്കി ജെല്ല് പരട്ടി എന്നിട്ട് സ്ക്രഞ്ച് ചെയ്യുക ആസ് യൂഷ്വല്. ഇതിനി ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഉണങ്ങട്ടെ അന്ന്. ഓക്കെ, ഡിഫ്യൂസർ ഒന്നും എൻ്റെ ഇല്ല ഗൈസ്. ഡിഫ്യൂസർ അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം ഞാൻ വരുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പോയിട്ട് ഇനി കാറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് ഉണക്കാം. ഓക്കെ, ഐ ജസ്റ്റ് ബി ബാക്ക്. ദേ ഒരു അത്യാവശ്യം ഒരു ഉണക്കം ഉണങ്ങി മുടി കണ്ടോ. പക്ഷെ ഞാൻ അയ്യോ ഇത് കൊള്ളാം. ആക്ച്വലി കൊള്ളാം അല്ലേ. ഈ സൈഡിലേക്ക് ഇടുമ്പോൾ നല്ല രസം കാണാൻ. വെയിറ്റ്, ഈ സൈഡിലേക്ക് ഇടുമ്പോൾ മൊത്തം ഗേൾസം കണ്ടോ ഫുൾ ഇങ്ങനെ ഇരിക്കണം. ഈ സൈഡിലേക്ക് ഇടുവാണെങ്കിൽ ഇത് അടിയിലേക്ക് കുറച്ച് ഉണങ്ങിയിട്ടില്ല കണ്ടോ. ഈ ഭാഗമാണ് ഉണങ്ങിയേക്കുന്നത്. എനിക്ക് മേലെ കണ്ടോ. സെറ്റ് ഇഷ്ടപ്പെട്ട്. നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടമായത്, ഓർ ഞാൻ നോർമലി ചെയ്യണ രീതിയിലാണോ ഇഷ്ടമായെന്നുള്ളത് നിങ്ങൾ പറയണം. നിങ്ങൾ കമന്റ്സിൽ ഒന്ന് പറയണം. അപ്പൊ ഇതാണ് നമ്മുടെ കേളി ഹെയർ കെയർ റുട്ടീൻ. ആൻഡ് ഈ സംഭവത്തിന് ഞാൻ നോക്കിയപ്പം 899 റുപ്പീസ് ആണ് ഇതിന്. 899 റുപ്പീസ് ഒരു സ്റ്റൈലിംഗ് ജെല്ലർ കൊണ്ട് മാത്രം ഇങ്ങനെ ആവുകയാണെങ്കിൽ അത് ലാഭകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ബാക്കി പ്രൊഡക്റ്റുകളും വേറെ പ്രൊഡക്റ്റുകളും ഇനി വരുന്നൊക്കെ നമുക്ക് തപ്പാലോ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് എൻ്റെ കേളി ഹെയർ കെയർ റുട്ടീൻ. അപ്പം സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ചച്ച ബബ. ഇനി കുറച്ചേരം ഞാൻ നമ്മൾ ഒരു ഹെയർ കട്ടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോണ്ടിങ് ഉണ്ടാവല്ലോ കുറച്ചേരം, ആ സംഭവം ചെയ്യട്ടെ. അപ്പൊ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ചച്ച ബൈ.